ഈ വീഡിയോൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ അറിയാൻ പറ്റും ഇത് വല്ലാത്തൊരു മഞ്ഞുള്ള സ്ഥലമാണ്. ഇത് വേറെ എവിടെയല്ല, ഇത് അന്റാർട്ടിക്കയാണ്. നമ്മുടെ ലോക ജനസംഖ്യയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം പോകുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള ഏക സ്ഥലം ഇത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പ്രപഞ്ച സത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൻഗ്വിൻസാണ്. അവരെ നമുക്ക് കാണാം കേട്ടോ, ചാടി നടക്കുന്നത് കണ്ടോ. ഞാനൊക്കെ വിചാരിച്ച് പെൻഗ്വിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഐസിൽ മാത്രം ഇങ്ങനെ കയറിയിരിക്കുന്ന അങ്ങനത്തെ പിക്ചേഴ്സാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെയായിരുന്നു പെൻഗ്വിൻസിനെ പറ്റിയിട്ട്. അങ്ങനെ തന്നെയാണ് അവരങ്ങനെയാണ് ഇരിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ തേടി നടന്നതിന് ശേഷം വരെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവരിയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞുകട്ടകളിങ്ങനെ ഒഴുകി പോകുന്ന പോലെ മഞ്ഞുകട്ടകൾ ചെറിയ കഷ്ണങ്ങൾ, വലിയ പീസുകൾ, ഒരു വലിയ മല അങ്ങനെ തന്നെ താഴേക്ക് അങ്ങ് വീണിട്ട് അങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നത് കാണും. എന്ത് രസമെന്ന് പറയും. പക്ഷേ അത് വെള്ള കളറാന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു ബ്ലൂ മിക്സഡ് ആയിട്ടുള്ള വളരെയധികം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഫുള്ള് കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനോ ഇല്ലെങ്കിൽ നമുക്കൊന്നും പോയി എടുക്കാനൊന്നും കഴിയില്ല. തണുപ്പെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പോലും കഴിയാത്തൊരു തണുപ്പാണ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു സ്വെറ്റർ പോലത്തുള്ള ചെറിയൊരു കോട്ട് പോലെ എന്തോ ഇട്ടിരിക്കുന്നത്, തണുപ്പ് ഇത്രയുള്ള സ്ഥലത്ത് നിന്നൊക്കെ വിചാരിക്കും. എനിക്ക് എൻ്റെ ശരീരത്തിന് തീരെ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ തണുപ്പ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. അപ്പം ഞാൻ കൂടെയുള്ളൊരു കുട്ടീനോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവൾക്ക് അയൽക്കൂട്ടം എന്താണെന്ന് പോലും അറിയില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു ഫണ്ട് അല്ലെങ്കിൽ ചെറിയൊരു തമാശ രീതിയിൽ ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് നോക്കാം. അവൾ ഞാനും കൂടെ നിന്നിട്ടാണ് ഈ വീഡിയോ ഒന്ന് എടുക്കുന്നത്. അപ്പം ഞാൻ അവളോട് പറയുന്നതാണ്, penguins sitting there, plenty people but very far. I think talking something Kudumbasri like a Alkutam. Hello, very far, cannot. അങ്ങനെ ഞങ്ങൾ അതിനെയൊക്കെ കണ്ടു. അതിനോട് കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട്, അടുത്തല്ല അതിനെ തന്നെ കണ്ട് നോക്കിക്കൊണ്ട് കുറേ നോക്കിക്കണം. ഇതൊന്നല്ല, പെൻഗ്വിൻ കോളനി തന്നെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, മൂൺ ഐലൻഡോ അങ്ങനെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ എലിഫൻ്റ് ഐലൻഡ്, അങ്ങനെ 2-3 ഐലൻഡിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ കൈ വെച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തൊടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് അടുത്തൊന്നുമല്ല കേട്ടോ, അങ്ങ് ദൂരെയാണ്. പക്ഷേ ഫോണിൽ നോക്കുമ്പോൾ അങ്ങ് അടുത്തായിട്ട് ഇങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ ഒരു വിരൽ വരെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ തണുത്ത് മരവിച്ചില്ലാതാവുമെന്ന് പറയുന്ന അത്രമാത്രം വലിയ തണുപ്പാണ് നമുക്കിവിടെ തോന്നുന്നത്. പക്ഷേ കണ്ട ഒരു ചെറിയ പീസായിട്ട് നമുക്ക് ഇവിടുന്ന് തോന്നുമെങ്കിലും വലിയൊരു ഐസിൻ്റെ കട്ടയാണ്. നമുക്കറിയാലോ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് എങ്ങനെ മുങ്ങിപ്പോയില്ലേ ചെങ്ങ ടൈറ്റാനിക് എന്നുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ല. അതേപോലെ ഏറ്റവും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു ഐലൻഡും കൂടെയാണ് ഇതുള്ളത്. കാരണം അത്രയും വലിയ ഒരു മല അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോന്നിട്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വെള്ളത്തിൽ തന്നെ വെള്ളത്തിന് അടിവശത്തു നിന്ന് തന്നെ ഇങ്ങനെ കൂറ്റൻ പാറകൾ പോലെ അത്രയും കട്ടിയോട് കൂടി തന്നെ പൊങ്ങി വന്നിച്ചിരിക്കുന്ന ഐസ് കട്ടകളുണ്ട്. What do you see? No penguins. Are you saw them? Huh? Are you saw them something? Penguins, birds. Are you happy now? എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു നിന്ന്. അന്റാർട്ടിക്കയിൽ ഭയങ്കര നല്ല വ്യൂ ഒക്കെ തിമിംഗലം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഫോണിൽ പകർത്താൻ പറ്റുന്നില്ല, കാരണം അവർ ശരിക്കും നമ്മുടെ ഫോണിന് ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്കത് ശരിക്കും എടുക്കാനൊന്നും പറ്റുന്നില്ല. ആ കുറേ വീഡിയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അന്റാർട്ടിക്ക വിശേഷം.